ചേച്ചിക്ക് രാവിലെ പോയാ പോരെ? ഞാൻ തനിച്ചിവിടെ. അത് പറ്റില്ല. രാത്രി തന്നെ പൊയ്ക്കോളാനാ കുഞ്ഞിപ്പാലു പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇറക്കി വിടുന്ന ടൈപ്പാ അയാള്. വെറുതെ എന്തിനാ അയാളുമായി? ഞാൻ എന്ത് ചെയ്യും ചേച്ചി? എനിക്കിവിടെ ഒറ്റയ്ക്ക് കഴിയാൻ വയ്യ. എനിക്കറിയാം നിന്റെ മനസ്സ്. ഒറ്റയ്ക്ക് ഇവിടെ കഴിയുന്നത് ശരിയല്ല. ഞാനും ചേച്ചിയുടെ കൂടെ വരട്ടെ. നല്ല കാര്യായി. അയാള് വിടുവോ? ചേച്ചി എങ്ങനെയെങ്കിലും പ്രിയനെ കണ്ടെന്ന് പറയാമോ? വരാൻ. പ്രിയം വന്നാൽ അവരിങ്ങോട്ട് കയറ്റിവിടത്തില്ല വനിതേ. ഗേറ്റിന്റെ അവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ മതി. ഞാൻ ഇറങ്ങി ചെന്നോളാം. അതത്ര എളുപ്പമാണോ? പ്രിയന്റെ അഡ്രസ് ഉണ്ടോ നിന്റെ കയ്യില്? ആ, ഞാൻ പോയി പ്രിയനോട് പറയാം. ആ, ഗേറ്റിന്റെ അവിടെ വരാൻ പറയാം. റിസപ്ഷൻ, ഐ എം മാഗി ഹിയർ. ഞാൻ പോകാൻ റെഡിയാണെന്ന് പറ. പെട്ടിയെടുക്കാൻ ഒരു ബോയെ കൂടെ വരാൻ പറ. ആ, നീ ഒരു പാവം കുട്ടിയാ. നിനക്ക് പറ്റിയതല്ല ഇവിടുത്തെ പണി. എന്തു വന്നാലും നീ സ്വയം രക്ഷിച്ചോ. നശിക്കരുത്. 1500 വണ്ടി ചാർജും ഉണ്ട്. ഇതിലൊരൊപ്പിട്ടേരെ. പൈസ ഒക്കെ വാങ്ങിയില്ലേ? അടുത്ത മാസം 15-ാം തീയതി വരുമല്ലോ. പുതിയ കോൺട്രാക്ട് അന്നേരം ഒപ്പിടേ. എന്താ ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുണ്ടോ?
എന്താണ് അവിടെ? അവിടെ എങ്ങാത്തുള്ളൂ പോലീസിനെ വിളിക്കടാ. വരൂ വരൂ. അയ്യോ എന്നെ വിടൂ, എന്നെ വിടൂ. വിടാനല്ലേ പറഞ്ഞത്? ശബ്ദിക്കണം. ശബ്ദിക്കലെന്ന് പറഞ്ഞ പേടിക്കണ്ട, ഞാൻ ഒരു ഉപദ്രവകാരിയൊന്നും അല്ല. ഞാൻ പോയിക്കോട്ടെ. എങ്ങോട്ട്? എണ്ണേ, ഇതങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. മനുഷ്യരൊക്കെ ഇങ്ങനെ. നീ അടുത്ത് വന്നേ, വാന്ന്. നീ കരഞ്ഞിട്ടൊന്നും എന്റെ മനസ്സ് മാറുമെന്ന് നോക്കണ്ട. ഇക്കാര്യത്തില് എനിക്കൊരു ചെറിയ വാശിയോടുണ്ട്. അന്ന് ജോലിക്കെന്ന് പറഞ്ഞു വന്നിട്ട് നീ എന്നെ പുല്ലുപോലെ തഴഞ്ഞിട്ട് പോയതല്ലേ? അന്നേ ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും ഇട്ട് പിടിക്കാമെന്ന്. മതി കേട്ടോ, എന്റെ വിധം മാറും. വാടിയോടെ ഇവിടെ വരാൻ. അയാൾ മരിച്ചോ? മരിച്ചതുപോലെ എനിക്ക് തോന്നിയത്. ചോര നല്ലതുപോലെ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയല്ലേ ഈ സംഭവം നടന്നത്? അല്ല, മിനിഞ്ഞാന്ന് രാത്രിയാണ്. അത് ശരി. പിന്നെ ഇന്നലെ രാത്രി നീ എങ്ങനെ ഇവിടെ ഓടിയെത്തി? ഈ സംഭവം നടക്കുമ്പോൾ രാത്രി 2 മണിയെങ്കിലും ആയിരിക്കും. ഹോട്ടലിൽ നിന്നിറങ്ങിയപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു. പ്രിയനെ പോലീസ് കൊണ്ടുപോകുന്നത്
ഞാൻ കണ്ടത്. മോഹൻ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. നേരെ പോയത് ഹോസ്റ്റലിലേക്കാ. അവിടെ ഗീത ഉണ്ടാകുമല്ലോ സഹായത്തിനെന്ന് കരുതി. സംഭവം അവർ അറിഞ്ഞിരിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കാത്താണ് നിൽക്കുന്നതെന്നും മനസ്സിലായി. ദൂരെ എവിടെയെങ്കിലും പോയി കളയാമെന്ന് വിചാരിച്ചാണ് ബസ് സ്റ്റാൻഡിൽ എത്തിയത്. അവിടെ എത്തിയപ്പോഴാണ് കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ എന്നോർത്തത്. ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. വെളുക്കുന്നതുവരെ പാളത്തിലൂടെ നടന്നു. ഒരു ട്രെയിനും വന്നില്ല. നടന്ന് നടന്ന് ഇതിനടുത്തുള്ള പട്ടണത്തിലെത്തി. പകൽ മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലെ ബെഞ്ചിലിരുന്ന് സമയം കഴിച്ചു. ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ വീണ്ടും ഇറങ്ങി നടന്നു, ലക്ഷ്യമില്ലാതെ. നീ എവിടെ പോന്നടി? ഇവിടെ അടുത്ത് വീട്ടിലോട്ട്. വിട്ടോ. പോലീസ് എന്നെ തിരിച്ചറിഞ്ഞിട്ട് വന്നതാണോ എന്നെനിക്ക് തോന്നി. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ. കുറ്റവാളിയായ ഒരു പെണ്ണിനാണ് ഞാൻ അഭയം കൊടുത്തിരിക്കുന്നത്. സാറ് വിഷമിക്കണ്ട, ഞാനിപ്പോ പോയേക്കാം. എല്ലാം പറഞ്ഞു തീർന്നപ്പോ മനസ്സിന്റെ ഭാരം ഒന്ന് അടങ്ങി. ഇപ്പോ എന്ത് നേരിടാൻ ഒരു ധൈര്യം തോന്നുന്നു. ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ പോയേക്കാം. വരട്ടെ, അയാൾ ചത്തോ ഇല്ലയോ എന്നറിയട്ടെ. വേണ്ട സർ, ഞാനിനി സാറിന് ഭാരമാകുന്നില്ല. വനിതേ, നിന്റെ കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ കഥാപാത്രങ്ങളോട് തോന്നുന്ന പോലെ ഒരു അടുപ്പം നിന്നോട് തോന്നുന്നു. എനിക്ക് നിന്നെ സഹായിക്കണമെന്നുണ്ട്. നിന്റെ കഥ തീരുന്നില്ലല്ലോ. ഈ കഥയിൽ എനിക്കൊരു കഥാപാത്രമായാൽ കൊള്ളാമെന്നൊരാഗ്രഹം. നിന്നെ രക്ഷിക്കാമെന്ന് ഞാനും നോക്കട്ടെ. നീ വേണ്ടെന്ന് പറയരുത്. നാളെ ഞാൻ ആ ഹോട്ടൽ വരെ ഒന്ന് പോവാം. പാലുടൻ ചത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം. പ്രിയനെ അന്വേഷിക്കാം. കണ്ടാ വിവരം പറയാം.